നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലിമ്പൻ പുളി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ പ്രശസ്തമായിട്ട് ധാരാളമായിട്ട് ഈ സീസണിൽ പിടിക്കുന്ന ഈ പുളിയുടെ ഗുണങ്ങളെ പറ്റിയാണ്. അതുപോലെ ചില ദോഷവശങ്ങളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അവെറോവ ബിലിംബി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ബിലിംബി, ഇലുമ്പി, ഇലുമ്പൻ, വിഴുമ്പി എന്നൊക്കെ ഇതിനെ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗത്തും പല തരത്തിൽ അറിയപ്പെടുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രശസ്തമായിട്ടുള്ള പുളിയുള്ള പഴമാണ് ഇത്. അവിടെയൊക്കെ ഇത് സൂപ്പിലും കറികളിലും അച്ചാറായിട്ടും ഒക്കെ രുചി പകരാനായിട്ട് ചേർക്കുന്ന ഒരു പഴമാണ്. ഇത് നേരിട്ട് പച്ചയ്ക്ക് പുളിയായിട്ട് കഴിക്കാറില്ല. ഇത് പാകം ചെയ്തോ സംസ്കരിച്ചോ ഒക്കെയാണ് ഇത് കഴിക്കാറുള്ളത്. ഇന്തോനേഷ്യൻ ദ്വീപുകളിലാണ് ഇതിൻ്റെ ഉൽപ്പത്തി എന്നാണ് പറയുന്നത്. കാരംബോളയുടെ കുടുംബത്തിലെ ഒരു സസ്യമാണ്. അപ്പോൾ കാരംബോള എന്ന സ്റ്റാർ ഫ്രൂട്ട് അത് നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് കാരംബോള. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാരംബോളയുടെ ചെടി. അപ്പോൾ ഇത് കാരംബോളയുടെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് ഇനമാണ്. അപ്പോൾ ഇതിന് കൂടുതൽ മധുരമായിരിക്കും. സാധാരണയായിട്ട് സ്റ്റാർ ഫ്രൂട്ടിന് കുറച്ച് പുളിപ്പ് കൂടുതലായിരിക്കും. പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങളിൽ നല്ല മധുരമുള്ള ഇനങ്ങളുണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ നാടൻ ഇനവും ഇവിടെയുണ്ട്. അപ്പോൾ നാടൻ ഇനം നല്ല പഴുത്തതിന് നല്ല മധുരമായിരിക്കും. പക്ഷേ ഇത് പച്ചയ്ക്ക് തന്നെ ഹൈബ്രിഡ് ഇനങ്ങളിൽ മധുരം കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇലിമ്പി പുളിയുടെയും ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. അതിന് നല്ല മധുരമുണ്ട്. അത് തായ്ലൻഡിലൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ ഈ വൃക്ഷം വ്യാപകമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തെക്കേ അമേരിക്കയിലും US-ലും ഒക്കെ ഇതിൻ്റെ കൃഷി വ്യാവസായികമായിട്ട് തന്നെ ഇതിൻ്റെ കൃഷിയുണ്ട്. ഇതിൽ നിന്നും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുളിപ്പ് തന്നെ ഇതിൻ്റെ സോസുകളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വേർതിരിച്ചെടുക്കുന്നുണ്ട്. പുറത്തൊക്കെ ഇതിനെ കുക്കുംബർ ട്രീ എന്നും ബംബ്ലിംഗ് പ്ലം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അച്ചാർ ഫ്രൂട്ട് എന്നും വിഴുമ്പി എന്നൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷം തന്നെയാണിത്. വളരെ കാലം ഇത് നിലനിൽക്കും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേനൽക്കാലത്ത് ഇതിൻ്റെ കൊമ്പുകൾ ഉണങ്ങിപ്പോകുന്ന ഒരു പതിവുണ്ട്. എന്നാലും ചെടി പൂർണ്ണമായിട്ട് നശിക്കത്തില്ല. മറ്റുള്ള കൊമ്പുകൾ നല്ല പച്ച നിറത്തിൽ വീണ്ടും വരും. ഇതിൻ്റെ ആ ഇലകൾ കാണുന്നതാണ് നല്ല ഭംഗി. ഇന്തോനേഷ്യയിലൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. അവർ പച്ചക്കറി സൂപ്പിലും സാമ്പാറിലും കറികളിലുമെല്ലാം പുളി രസത്തിനായിട്ട് തക്കാളിക്ക് പകരം ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സംസ്കരിച്ചാണ് അവർ സോസാക്കി സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ ഇളം പച്ച ഇലകൾ വളരെ മനോഹരമാണ്. മാറി മാറി അടുക്കിയ ഇലകൾ, ശാഖകളുടെ അഗ്രം ധാരാളം ചെറു ഇല അടുക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഇതിൻ്റെ പൂക്കൾ ചുവന്ന നിറത്തിലുള്ളതാണ്. പഴങ്ങൾ ചെറിയ എരിവും തീവ്രമായിട്ടുള്ള പുളിയും മഞ്ഞ കലർന്ന പച്ച പഴങ്ങളായിട്ട് ഇത് വികസിച്ചു വരുന്നു. പഴങ്ങൾക്കുള്ളിൽ പരന്ന തവിട്ട് നിറത്തിലുള്ള വിത്തുകളും ഉണ്ടായിരിക്കും. വിത്ത് വീണ് കിളിർത്ത ഒരു ചെടിയാണിത്. അപ്പം ഇതിൻ്റെ വിത്ത് ഒരു ദിവസം ഒരു പഴുത്ത പഴം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വിത്ത് ഒരു ചട്ടിയിലിട്ടിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചെടി ഇവിടെ കിളിർത്ത് വന്നത്. അതുപോലെ തന്നെ പഴുക്കാത്ത പഴങ്ങൾ വളരെ ക്രഞ്ചി ആയിട്ട് കുറച്ച് കട്ടിയായിട്ട് കാണപ്പെടും. ഇതിൻ്റെ ഇലയും വിത്തും ഔഷധ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പഴങ്ങളിൽ നിറയെ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പ്രോട്ടീൻ. ഇതിനു പുറമെ പുളിയുള്ള പഴമാണ്. ഇതിൽ നിറയെ വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ B ഉണ്ട്, കാൽസ്യം, ഇരുമ്പ്, ഫ്ലവനോയിഡുകൾ, ടാനിൻസ്, ടെർപ്പൻസ് എന്നിവയൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇത് വ്യാവസായികമായിട്ട് US, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ചില ഘടകങ്ങൾ മനസ്സിലാക്കി തന്നെയാണ്. കുടംപുളിക്കും വാളംപുളിക്കും ഒക്കെ പകരമായിട്ട് മീൻകറിയിലൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബറുകളും ഫ്ലവനോയിഡുകളുമൊക്കെ ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരുന്നത് തടയാനായിട്ട് സഹായിക്കും. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോട്ടീനും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ടും രക്തക്കുഴലുകളിലെ ഉയർന്ന മർദ്ദം കുറയ്ക്കാനായിട്ടും സഹായിക്കും. സിരകളുടെ വീക്കം കുറയുവാനായിട്ട് ഇതിലെ ടാനിൻ, ടെർപ്പൻസ് തുടങ്ങിയ ഘടകങ്ങൾ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ചുമയെയും ജലദോഷത്തെയൊക്കെ പ്രതിരോധിക്കുവാനുള്ള ശേഷി, ശരീരത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ശേഷിയുണ്ട്. കാരണം ഇതിൽ വൈറ്റമിൻ C ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അസ്ഥികളുടെ
അതിന് അസ്ഥികളെ ശക്തമാക്കാനും ഇത് ധാരാളം കാൽസ്യം ഉള്ളത് കൊണ്ട് അതും സാധിക്കുന്നതാണ്. അതുപോലെ ഈ ബിലിമ്പി ഉണക്കിയ പഴങ്ങളാക്കി നമുക്ക് കറികളിൽ ചേർക്കാവുന്നതാണ്. ഇത് സംസ്കരിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ പുളിപ്പ് കുറച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ച് ആസിഡ് അംശമുള്ളതാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. മുഖക്കുരുവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ വൈറ്റമിൻ സി, ഓക്സാലിക് ആസിഡ്, ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പേശികൾക്കുണ്ടാകുന്ന വേദന, വലിവ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ചതച്ച് പേസ്റ്റാക്കി വേദനയുള്ള ഭാഗത്തിടാം. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇന്തോനേഷ്യക്കാരൊക്കെ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. ദഹനത്തെ ഉത്തേജിപ്പിച്ച് നിർത്തുന്ന ഒന്നാണിത്. ഉയർന്ന അളവിൽ ഫൈബറും ഇതിനുണ്ട്. അത് മലബന്ധമൊക്കെ ഇല്ലാതാക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഫിനോളിക് സംയുക്തങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി, അതുപോലെ നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നവയാണ് വൈറ്റമിൻ സി. മറ്റ് അണുബാധകൾക്കെതിരെ ശരീരത്തെ പ്രതിരോധിക്കുവാനായിട്ട് പിന്തുണയ്ക്കുന്നതാണ് ഈ വൈറ്റമിൻ സി. അതുപോലെ ശരീരത്തിലുള്ള വീക്കം കുറയ്ക്കുന്നതിനായിട്ടും സഹായിക്കും. ഇനി ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് കലോറി കുറഞ്ഞ ഒരു നാരുകൾ കൂടുതലുള്ള ഒരു ഭക്ഷണമാണ് കറിയായിട്ട് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കറിയായിട്ട് ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ വൃക്കയുടെ ആരോഗ്യത്തിന് ഇത് കേടാണെന്ന് പറയുന്നുണ്ടെങ്കിലും മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന വിഷത്തെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നു. മിതമായ അളവിൽ മാത്രം ഇത് സംസ്കരിച്ച് ഉപയോഗിക്കുക. ഇതിലെ വൈറ്റമിൻ സി ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്ന ഒന്നാണ്. അതുപോലെ നമുക്ക് ഈ ഇലിമ്പൻ പുളിയിൽ നിന്ന് വൈൻ നിർമ്മിക്കാനാകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ വൈൻ നിർമ്മാണം ഇതിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം മുണ്ടുനീരിന് ചികിത്സയ്ക്കായിട്ട് പുറമേ അരച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിഷപ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറി മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ അരച്ചിടാറുണ്ട്. അതുപോലെ മറ്റ് ചില ഉപയോഗങ്ങളും ഇതുകൊണ്ടുണ്ട്. നമ്മുടെ തുണിയിലൊക്കെ ഇരുമ്പിൻ്റെ കറ, തുരുമ്പൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ കായ്കൾ അടർത്തി ആ ഭാഗത്ത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ അത് ഇളകി പോകും. പിത്തള പാത്രങ്ങളിലെ കറ കളയാൻ വേണ്ടിയിട്ടും ഈ ഇലിമ്പിക്ക വെച്ച് ഉരച്ച് കഴുകാം. അതുപോലെ ഇത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രം, അലൂമിനിയം ഇങ്ങനെയൊക്കെയുള്ള ലോഹപാത്രങ്ങളിലോ പ്ലേറ്റുകളിലോ ഒക്കെ ഇത് ഉപ്പ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അസിഡിറ്റി ഉണ്ട്, ആ പാത്രത്തിൻ്റെ തന്നെ നിറം മാറ്റും. ഇത് ചെറുതായിട്ട് നുറുക്കി കഴുകിയെടുക്കുക. ഇങ്ങനെയുള്ള വലിയ അരികളുണ്ടെങ്കിൽ അത് നമുക്ക് പഴുത്ത അരികളാണെങ്കിൽ മാറ്റി കളയണം, അതിൽ നിന്ന് ഇളക്കി മാറ്റണം. പിന്നീട് നമുക്ക് ഇത് നന്നായിട്ട് കഴുകി 1 or 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ പുളിപ്പ് കുറച്ചതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമുക്കിതിൽ ചെറിയ മുളക്, പാൽ കാന്താരിയോ ചെറിയ കാന്താരിയോ അല്ലെങ്കിൽ മുളകോ വല്ലതും ചേർത്ത് എരിക്കായിട്ട് ഇത് ചെറുതായിട്ട് ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് വരെ സൂക്ഷിക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൽ അധികമായിട്ടുള്ള ആസിഡും മറ്റ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന വസ്തുക്കളുമെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ നമുക്കിത് പിന്നീട് എടുത്ത് കറികൾ വെക്കുമ്പോഴോ അച്ചാറിടുമ്പോഴോ ഒക്കെ അധികമായിട്ടുള്ള പുളിപ്പുണ്ടാകത്തില്ല, അധികം ഉപ്പും ചേർക്കേണ്ടി വരികയില്ല. കാരണം പുളിപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം മിതമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് കറികൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലെ തീവ്രമായിട്ടുള്ള പുളിപ്പ് മറ്റ് ഘടകങ്ങളുടെയൊക്കെ ശക്തി കുറഞ്ഞു കിട്ടും. ഇങ്ങനെ വെള്ളത്തിൽ 10-20 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ, തിളച്ച വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നത് ഇതിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും എടുത്ത് കഴിക്കാവുന്നതാണ്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് ഈ പുളി നേരിട്ട് തന്നെ ഇപ്പോൾ എരിവൊക്കെ പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ നെല്ലിക്കയൊക്കെ അച്ചാറിടുന്നത് പോലെ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യാം. ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് വെള്ളുപ്പിലായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും ഒക്കെ ചേർത്തിട്ട് അച്ചാറായിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷിതമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വീട്ടിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് പാഴാക്കി കളയാതെ ഇങ്ങനെ ഉപയോഗിക്കാം. ഉണക്കി നമുക്ക് സൂക്ഷിക്കാനാകും. നല്ല വെയിലിൽ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞു വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നോക്കാം. പോഷകമുള്ള പഴമാണ്. എന്നിരുന്നാലും ദിവസവും ആഹാരത്തിലാണെങ്കിലും ഇത് പാകം ചെയ്ത് മിതമായി മാത്രമേ കഴിക്കാവൂ. അതാണ് സുരക്ഷിതമായിട്ടുള്ളത്. പച്ചയ്ക്ക് ഇത് കഴിക്കുകയോ ഇതിൻ്റെ ജ്യൂസാക്കി ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് ഇത് വയറിലെത്തുമ്പോൾ അതിൻ്റെ ആസിഡ്
വയറ്റിലുള്ളതിനാൽ ദഹനക്കേട്, നെഞ്ചെരിച്ചിൽ, ദഹനനാളത്തിലെ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകും. മാത്രമല്ല മറ്റ് പുളിയുള്ള പഴങ്ങളെ പോലെ ഇതിൽ ഓക്സാലിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. വലിയ അളവിൽ ദിവസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൃക്കകളിൽ ഇതിലുള്ള കാൽസ്യം ഓക്സലേറ്റുകൾ ഇതിൻ്റെ പരലുകൾ അടിഞ്ഞുകൂടും. പിന്നീട് വൃക്കയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാനോ വൃക്കയുടെ പ്രവർത്തനം തന്നെ തകരാറിലാക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇത് മിതമായിട്ട് സംസ്കരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നതല്ല. തക്കാളിയുടെ ഉപയോഗം പോലെ തക്കാളി തന്നെ ഈ വൃക്കയിലെ കല്ലുള്ളവർക്ക് അധികം ഉപയോഗിക്കരുതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുപോലെ ഇത് പച്ചയ്ക്ക് കഴിക്കുകയോ ഇതിൻ്റെ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലെയും അതുപോലെ ദഹനനാളത്തിലെയൊക്കെ ചർമ്മത്തിന് പൊട്ടലുണ്ടാക്കുന്നതിനും ഇതിൻ്റെ ഒരു നീറ്റലുണ്ടാകുന്നതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കഴിക്കാൻ പാടില്ല. ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ രോഗങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ സീസണിൽ ഇതിൻ്റെ അച്ചാറിട്ട് കഴിക്കാറുണ്ട്. അപ്പം വളരെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കറികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കീടനാശിനി ഉപയോഗിക്കാതെ മറ്റൊരു മാലിന്യവും കലരാതെ പിടിച്ചു നിൽക്കുന്ന പഴങ്ങളാണ് ഇവ. നമുക്ക് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും വരികയില്ല. ഒരു കറിയായിട്ട്, ഒരു പച്ചക്കറിയായിട്ട് ഇത് പാഴായി പോകാതെ നമുക്ക് കുറച്ചൊക്കെ ഉപയോഗിക്കാനാകും. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.